വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, നമ്മളിപ്പോൾ എക്സാമിൻ്റെ ഇങ്ങനെ ചൂടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓൾറെഡി നമ്മൾ കെമിസ്ട്രി മാത്സ് ഒക്കെ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ നേരിടേണ്ട ഒരു എക്സാമാണ് നമ്മുടെ ഫിസിക്സ് എക്സാം എന്ന് പറയുന്നത് അല്ലേ. അത് നമ്മൾ വളരെ കൂളായിട്ട് തന്നെ നേരിടും. ആരും ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അടിക്കേണ്ട. നമ്മളെല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് എനർജി പവർ അല്ലേ, പ്രവൃത്തി ഊർജ്ജം പവർ എന്ന ചാപ്റ്ററിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇതിൽ വർക്ക്, എനർജി, പവർ അല്ലേ, അതിൻ്റെയൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻസ്, അതിൻ്റെയൊക്കെ യൂണിറ്റ്, ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് പ്രവൃത്തിയെ കുറിച്ചിട്ടാണ്, അതായത് വർക്കിനെ കുറിച്ചിട്ട്. വർക്കിന് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ അല്ലേ, W ആണ് നമ്മൾ ഉപയോഗിക്കാറ് കേട്ടോ. വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തിക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ് W. പിന്നെ ഇതിൻ്റെ യൂണിറ്റ് ആണ്, യൂണിറ്റ് എന്ന് പറയുന്ന മക്കളെ ജൂൾ ആണ് കേട്ടോ, ജൂൾ. ഓക്കെ, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രവൃത്തിക്ക് രണ്ട് ഇക്വേഷൻസ് ആണ്. ഒന്ന് നോക്കിയോ, W = F × S ഉം ഒന്ന് W = mgh ഉം. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ F എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, S എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി W = mgh വരുമ്പം M എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ഒബ്ജക്ട്, G എന്ന് പറയുന്നത് നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ, 9.8 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ H എന്ന് പറയുന്നത് ഉയരമാണ് കേട്ടോ. അപ്പം നമ്മളോട് വർക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പം നമ്മൾ കൺഫ്യൂഷൻ ആവും. കാരണം നമുക്ക് രണ്ട് ഇക്വേഷൻസ് അറിയാം, ഒന്ന് W = F × S ഉം ഒന്ന് W = mgh അല്ലേ. അപ്പം നമ്മൾ ഏത് ഇക്വേഷൻ എവിടെ കൊടുക്കുമെന്നുള്ളത് നമ്മളൊരു വലിയ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പം മക്കളെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഈ W = F × S എന്നാണ് നമ്മൾ കൊടുക്കേണ്ടതെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെയാവണം എന്നറിയോ. നമ്മളോട് ക്വസ്റ്റ്യനിൽ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഫോഴ്സ് അല്ലേ, ഫോഴ്സ്, സ്ഥാനാന്തരം ഒക്കെ തന്നിട്ട് നമ്മളോട് പറയാണ് നമ്മളുടെ വർക്ക് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് വരും. എന്താണ് വരിക, ആൻ ഒബ്ജക്റ്റ് ഹാവിങ് അല്ലെ മാസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തരും. എന്നിട്ട് ഫോഴ്സ് അവിടെ തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ദ ഒബ്ജക്റ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് അല്ലെ, ഒബ്ജക്റ്റിന് ഒരു സ്ഥാനാന്തരം സംഭവിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നിങ്ങൾ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്ഡ് അല്ലെ, ഡിസ്പ്ലേസ്ഡ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഇക്വേഷൻ ആണ് W = F × S. ഓക്കെ, ഇനി W = mgh നമ്മൾ കൊടുക്കേണ്ടത് ഒരു ഒബ്ജക്റ്റിനെ ഒരു സർട്ടൺ ഹൈറ്റിൽ നമ്മൾ വെച്ചിട്ട് അവിടെയുള്ള വർക്ക് കണ്ടുപിടിക്കുക കേട്ടോ. അതായത് നമ്മൾ അവിടെ ഉയർത്താൻ വേണ്ടി നമ്മൾ ചെയ്ത പ്രവൃത്തി എത്ര, അങ്ങനെയൊക്കെയാണ് W = mgh നമ്മൾ കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്വസ്റ്റ്യനിൽ എന്ത് തരുന്ന അറിയോ, an object is placed at a height ഉണ്ടാവും ക്വസ്റ്റ്യനിൽ കേട്ടോ. ഹൈറ്റ് അതായത് ഉയരം എന്ന് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്ലേസ്ഡ് അറ്റ് എ ഹൈറ്റ് കേട്ടോ. ഇതൊക്കെ നമുക്ക്, അല്ലെങ്കിൽ റൈസ്ഡ് ഉയർത്തി ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ കൊടുക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അതിൽ ഡിസ്പ്ലേസ്ഡ് അല്ലെ, അതുപോലെ തന്നെ എന്താണ് സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ കാണുമ്പോൾ ഫസ്റ്റ് ഇക്വേഷനും, റൈസ്ഡ് ഹൈറ്റ് ഉയർത്തി എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടതാണ് സെക്കൻഡ് ഇക്വേഷൻ എന്ന് മക്കൾ മനസ്സിലാക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അനുസരിച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം കേട്ടോ. നോക്കിയോ, ഇഫ് എ ഫോഴ്സ് ഓഫ് 50 Newton is applied continuously on a body and it undergo a displacement. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, എന്താ കൊടുക്കേണ്ടത് മക്കളെ, വർക്ക് is equal to F × S, W = F × S ആയിരിക്കും കൊടുക്കേണ്ടത് കേട്ടോ. കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്താണ്, കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് വർക്ക്, പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക. സിമ്പിൾ, W = F × S. F എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്, എത്രയാണ്, 50 ആണ് അല്ലേ. S എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, 2. സോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 100 എന്ന് മാത്രം എഴുതിയാൽ പോരാ, ജൂൾ നിർബന്ധമായിട്ടും എഴുതണം കേട്ടോ. കാരണം ജൂൾ ഈസ് ദി യൂണിറ്റ് ഓഫ് വർക്ക്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, വേറൊരു പാറ്റേൺ വരുന്നതാണ്. എ ബുക്ക് ഓഫ് മാസ് 100 kg is raised അല്ലെ, റൈസ് ടു ദി ടോപ്പ് ഓഫ് എ ടേബിൾ ഓഫ് ഹൈറ്റ്. കണ്ടോ, റൈസ്ഡ് ഉയരമുള്ള മേശപ്പുറത്തേക്ക് ഉയർത്തി വെക്കുമ്പോൾ ഉയരം, ഹൈറ്റ് എന്നൊക്കെ കണ്ടാൽ മക്കളെ അവിടെയാണ് നമ്മളോട് വർക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ മക്കൾ കൊടുക്കേണ്ട ഇക്വേഷൻ ആണ് W = mgh എന്ന് പറയുന്ന ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ആൾക്കാർ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, M തന്നിട്ടുണ്ട്, നമ്മൾ ഈസിനെസ് വേണ്ടി G എന്ന് പറഞ്ഞാൽ 10 എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, സിമ്പിൾ. അതുപോലെ തന്നെയോ H തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ M = മക്കളെ തന്നിട്ടുണ്ട് 100 kg ആൻഡ് G = 10 അല്ലേ. പിന്നെയോ H = 1 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ W = 100 × 10 × 1 ചെയ്താൽ നമുക്ക് കിട്ടും 1000 ജൂൾ എന്നല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഹൈറ്റും ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഏത് ഇക്വേഷൻ എവിടെ കൊടുക്കും
നോക്കൂ എന്നുള്ളത് കേട്ടോ. ഓക്കെ, റെഡി. സോ ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എനർജിയെ കുറിച്ചിട്ടാണ്. എനർജിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ഇ എന്ന് പറയുന്നത് കേട്ടോ. ഇ. ഓക്കെ, എനർജി. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് നമ്മൾ മനസ്സിലാക്കണം, ജൂള് തന്നെയാണ് അല്ലേ. അപ്പം വർക്കിന്റെ യൂണിറ്റും ജൂളാണ്, എനർജിയുടെ യൂണിറ്റും ജൂളാണ്. അപ്പോൾ ഇവർ തമ്മിൽ ബന്ധമുണ്ട്, നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. രണ്ടിൻ്റെയും എമൗണ്ട് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ വലിയ ക്ലാസ്സിലാണ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ഇതിനെ ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങളെ ഈ ഒരു 9th സ്റ്റാൻഡേർഡ് ലെവലിൽ ചോദിക്കില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് എനർജി എന്ന് പറയുന്നത് 2 ടൈപ്പാണ് അല്ലേ. എന്തൊക്കെയുണ്ട്? കൈനറ്റിക് എനർജിയും ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്, ഗതികോർജവും ഉണ്ട്, സ്ഥിതികോർജവും ഉണ്ട്. ഈ ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി, കൈനറ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുക മക്കളെ, മോഷൻ, മൂവിങ്, ചലിച്ചു കൊണ്ടിരിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. അപ്പം ചലിച്ചു കൊണ്ടിരിക്കുന്ന, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന എനർജിയാണ് എന്താടാ, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കൊരു ടൈപ്പ് എനർജി ഉണ്ട്. അതെന്താണ്? എൻ്റെ മോഷൻ കൊണ്ട് എനിക്ക് കിട്ടിയ എനർജിയാണ്. അതാണ് നമ്മളുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ½ mv². വി എന്ന് പറയുന്നത് അല്ലെ, ഞാൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വെലോസിറ്റി ഉണ്ടാവും അല്ലെ, അതാണ് വി എന്ന് പറയുന്നത്. സോ ½ mv² ആണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് നമ്മളുടെ പൊട്ടൻഷ്യൽ എനർജി, സ്ഥിതികോർജം എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മൾ നേരത്തെ പഠിച്ച അതേപോലെ തന്നെ, അതായത് ഒരു ഹൈറ്റ് ഉണ്ടാകുന്ന എനർജിയാണ്. ഇപ്പം ഞാനൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചധികം ഹൈറ്റിലാണല്ലേ നിൽക്കുന്നത്. ആ സമയത്ത് എനിക്ക് പ്രത്യേക ഒരു എനർജി ഉണ്ട്. അതാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ എനർജി. എനർജി അക്വയർഡ് ഡ്യൂ ടു ദ ഹൈറ്റ്. എന്താണ്? നമ്മുടെ ഉയരം കൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇ പി ഈസ് ഈക്വൽ ടു, പി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എന്നാണ് കേട്ടോ. ഇ പി ഈസ് ഈക്വൽ ടു mgh. നേരത്തെ പറഞ്ഞ അല്ലെ, നേരത്തെ പഠിച്ച അതേ ഇക്വേഷൻ തന്നെയാണ് കേട്ടോ mgh എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് രണ്ടും ഒരിക്കലും നിങ്ങൾക്ക് മാറിപ്പോയില്ല, കാരണം ഇത് അല്ലേ വേറെ വേറെ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. സോ നമുക്ക് ഇത് വെച്ചിട്ട് 2-3 പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി ഓഫ് ആൻ അത്ലറ്റ് ഓഫ് മാസ് 60 കിലോഗ്രാം റണ്ണിങ് വിത്ത് എ വെലോസിറ്റി 10 മീറ്റർ ബൈ സെക്കൻഡ് അല്ലേ. ഒരു അത്ലറ്റ് എന്ത് ചെയ്യാണ്? 60 കിലോഗ്രാം മാസ് ഒരു അത്ലറ്റ് എന്ത് ചെയ്യാണ്? എത്ര വെലോസിറ്റിയാ? 10 മീറ്റർ ബൈ സെക്കൻഡ് പ്രവേഗത്തോടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഗതികോർജം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇ കെ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv². ദാറ്റ് ഈസ് ഈക്വൽ ടു അര ഇൻറ്റു എം എവിടെയാണ്? 60 ഇൻറ്റു വി എന്ന് പറയുന്നത് 10 അല്ലേ. 10² എന്ന് പറയുമ്പോൾ 100. സോ 2ഉം 60ഉം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 30 എന്ന് കിട്ടും. സോ 30 ഇൻറ്റു 100 എത്രയാണ് മക്കളെ? 3000 അല്ലേ. 3000 യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ജൂൾ ഇസ് ദ യൂണിറ്റ്. നെക്സ്റ്റ് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി അല്ലെ, സ്ഥിതികോർജം വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോ, കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്റ്റോൺ ഓഫ് മാസ് 1 കിലോഗ്രാം കെപ്റ്റ് ഓൺ ദ ടെറസ് ഓഫ് ബിൽഡിംഗ് 12 മീറ്റർ ഹൈറ്റ് അല്ലേ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ജി എന്ന് പറഞ്ഞാൽ 10 എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. കണ്ടോ, 12 മീറ്റർ ഹൈറ്റിലെ ഒരു ബിൽഡിങ്ങിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥിതികോർജം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സോ ഡബ്ല്യു is equal to അല്ല അല്ലേ, എന്താ ഇക്വേഷൻ മറക്കരുത്, ഡബ്ല്യു അല്ല, ഇവിടെ നമ്മൾ എനർജിയാണ് കണ്ടുപിടിക്കുന്നത്. സോ ഈ പി is equal to എന്ന് വേണം നിങ്ങൾ എഴുതാൻ കേട്ടോ. എനർജിയും വർക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇക്വേഷൻ സെയിം ആണെങ്കിലും എഴുതി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ചില ടീച്ചേഴ്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മാർക്കിട്ട് തരുള്ളൂ, ചിലർ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. തെറ്റാണല്ലോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇ പി ആക്ച്വലി വർക്കും എനർജിയും ഒക്കെ ഈക്വൽ ആണെന്ന് വലിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഇപ്പോൾ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട. ഇപ്പോൾ ഇ പി is equal to എന്താണ്? mgh ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എം എത്രയാണ് മക്കളെ? എം എത്രയാണ്? 1 ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ 10 ആണ്, എച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ് അല്ലേ. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 120. യൂണിറ്റ് ഇടാൻ മറക്കരുത്. 120 ജൂളാണ് നമ്മുടെ കറക്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്, മറക്കരുത് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാനുള്ളത് ആരെക്കുറിച്ചിട്ടാണ് മക്കളെ? വർക്ക് എനർജി പ്രിൻസിപ്പിൾ, പ്രവൃത്തി ഊർജ്ജ തത്വം. വളരെ സിമ്പിളാണ്, പക്ഷെ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇതിനെ ഭയങ്കര ഡിഫിക്കൽട്ടാക്കി വെച്ചു. ഇതെങ്ങനെ പഠിച്ചാൽ മതി മക്കളെ എന്നറിയോ? ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. ഇത് എവിടെയാണ് കൊടുക്കേണ്ടത് അല്ലേ? ഇതിൻ്റെ ഇക്വേഷൻ നോക്കിക്കോ. ഡബ്ല്യു is equal to ½ mv² മൈനസ് ½ mu² അല്ലേ. എന്താണ്? ഒരു സാന്ദ്രത്തിൽ അല്ലേ കൈനറ്റിക് എനർജിയിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച് അല്ലേ, നമ്മളെ ഗതികോർജ്ജത്തിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസം. ഒരാളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കണ്ടുപിടിക്കുക പറഞ്ഞാൽ നമുക്കറിയാം അയാളുടെ ഫൈനൽ വാല്യൂവിനെ എന്ത് ചെയ്യുക? ഇനീഷ്യൽ വാല്യൂ കൊണ്ട് മൈനസ് ചെയ്യുക. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അയാളുടെ അവസാനത്തെ വാല്യൂവിനെ ആദ്യത്തെ വാല്യൂ കൊണ്ട് മൈനസ് ചെയ്താൽ മതി. അതാണ് ഇവിടെ ½ mv² എന്ന് പറഞ്ഞാൽ അയാളുടെ ഫൈനൽ കൈനറ്റിക് എനർജി അല്ലെ, അന്ത്യഗതികോർജ്ജം എന്ന് പറയും. ഫൈനൽ കൈനറ്റിക് എനർജി അതായത് അന്ത്യഗതികോർജ്ജം മൈനസ് എന്താണ്? ആദ്യഗതികോർജ്ജം അല്ലെ. ആദ്യഗതികോർജ്ജം മീൻസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി.
എനർജി കൊണ്ട് മൈനസ് ചെയ്യുക. അതാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പം ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. വർക്ക് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ ഇത് എവിടെ കൊടുക്കണമെന്നായിരിക്കും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ അല്ലേ മക്കളെ. ഈ ഒരു ക്വസ്റ്റ്യനിൽ അല്ലെ ഈ ഒരു ടൈപ്പ് ഇക്വേഷൻ എവിടെ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയാണ് ഓൾറെഡി ഒരു വെലോസിറ്റി ഉള്ള ആളെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ് അല്ലെ ഫോഴ്സ് കൊടുത്ത അയാളുടെ വെലോസിറ്റിയിൽ മാറ്റം വരുത്താണ്. അതായത് ക്വസ്റ്റ്യനിൽ നമുക്ക് 2 വെലോസിറ്റി, മലയാളത്തിൽ പറയുകയാണെങ്കിൽ 2 പ്രവേഗം ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ വർക്ക് എനർജി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ W is equal to half mv square minus half mu square എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുക്കേണ്ടതുള്ളൂ. മക്കളെ മനസ്സിലാക്കി വെച്ചോ. ക്വസ്റ്റ്യനിൽ നമുക്ക് 2 പ്രവേഗം അല്ലെങ്കിൽ 2 വെലോസിറ്റി തന്നിരിക്കണം. So this is the question. Estimate the work done on an object of mass 40 kg to change its velocity from കണ്ടോ 10 നിന്നും 20 ആക്കുന്നു അല്ലേ. വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് എനർജി പ്രിൻസിപ്പിൾ പ്രവൃത്തി ഊർജ്ജ തത്വം കൊടുക്കാൻ പറ്റുള്ളൂ. നോക്കിയോ, 40 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു എന്താ ചെയ്യുന്നത്, 40 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു എന്ത് ചെയ്യുന്നു മക്കളെ, അതിൻ്റെ പ്രവേഗം 10 മീറ്റർ ബൈ സെക്കൻഡിൽ നിന്നും 20 മീറ്റർ ബൈ സെക്കൻഡ് ആക്കി മാറ്റുകയാണെങ്കിൽ അവിടെ ചെയ്യേണ്ട പ്രവൃത്തി കണക്കാക്കാൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതാണ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ. ദാറ്റ് ഈസ് W is equal to half mv square minus half mu square. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഹാഫ് ഇൻറ്റു എം കോമൺ ആണ്. സോ v square minus u square ചെയ്താൽ മതി അല്ലേ. സിമ്പിൾ. ദാറ്റ് ഇസ് ഈക്വൽ ടു അര ഇൻറ്റു എം എത്രയാണ് മക്കളെ, 40 ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ 20. 20 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ അല്ലേ. അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, എത്ര കിട്ടുക, ദാറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ, അര ഇൻറ്റു 40 ഇൻറ്റു അല്ലേ ഇവിടെ 20 സ്ക്വയർ പറഞ്ഞാൽ 400, 400 മൈനസ് 100, 10ൻ്റെ സ്ക്വയർ 100, സോ 300 എന്ന് കിട്ടും അല്ലേ. ഇവിടെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 20 വരും. സോ 20 ഇൻറ്റു 300 ചെയ്താൽ നമുക്ക് കിട്ടും അല്ലേ. 2നെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 6 എത്ര പൂജ്യം ബാക്കിയുണ്ട്, 1 2 3. സോ വി വിൽ ഗെറ്റ് 6000 ജൂൾ എന്ന് നമുക്ക് ആൻസർ കിട്ടും. 6000 ജൂൾ എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഒന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. എവിടെ ഏത് ഇക്വേഷൻ എന്നുള്ളതാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒരു കുഞ്ഞു പേജ് ഒരു നോട്ട് ബുക്കിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വളരെ സിമ്പിളായിട്ട്. ഈ വീഡിയോയുടെ ലെങ്ത് ചിലപ്പോൾ ഒരുപാടുണ്ടെങ്കിലും നിങ്ങൾ ഒരു പേജിൽ നിങ്ങൾക്ക് ഒതുക്കാൻ പറ്റാവുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സോ നിങ്ങളത് ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ആളാണ് പവർ അല്ലേ. പവർ മലയാളത്തിലും ഇംഗ്ലീഷിലും ഭാഗ്യത്തിന് നമുക്ക് ഒരേ ടേമാണ് പഠിക്കാനുള്ളത് അല്ലേ. പവർ ഇസ് ഈക്വൽ ടു എനർജി ഡിവൈഡഡ് ബൈ അല്ലേ ടൈം. ദാറ്റ് ഈസ് ഊർജ്ജം ബൈ സമയമാണ് പവറിൻ്റെ ഇക്വേഷൻ. ആൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നോർമലായിട്ടാണ് നിങ്ങൾക്ക് ഡയറക്റ്റാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാണ്. ഗിവൺ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് കേട്ടോ മക്കളെ. എനർജി എത്ര തന്നിട്ടുണ്ട്, 100 ജൂൾ, യൂണിറ്റ് ജൂളാണ് എനർജീൻ്റെ. ടൈം തന്നിട്ടുണ്ട്, ടൈം ഇസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ, നമുക്കൊരു 20 സെക്കൻഡാണ് നമുക്ക് ടൈം തന്നിട്ടുള്ളത്. അങ്ങനെ സിമ്പിളാക്കണ്ട അല്ലേ. 25 സെക്കൻഡ് തന്നിട്ടുണ്ട് ഇതിനെടുത്ത സമയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ അവിടെയുള്ള പവർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. പവർ മലയാളത്തിൽ നമ്മൾ പവർ അല്ലേ, പവർ സമം എത്ര എന്ന് പറയും കേട്ടോ. എനർജി ഊർജ്ജമാണ് മക്കളെ, ഊർജ്ജം. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. ഇത് നിങ്ങളെ ഡയറക്റ്റാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക കേട്ടോ. സോ ഇതുപോലെയുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം മക്കളെ. ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ ഇനിയും ഒരുപാട് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം. അതിന് മുന്നേ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റും അല്ലെങ്കിൽ ഏത് ടോപ്പിക്കും ആയിട്ടാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ നമുക്ക് ഓൾറെഡി എക്സാം എത്തിക്കഴിഞ്ഞു. ഉള്ള സമയം നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രം മതി, നല്ല മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും. കാരണം നമ്മൾ 10ാം ക്ലാസ്സിലോട്ടാണ് പോകുന്നത് അല്ലേ. ഒന്നും അറിയാതെ നമ്മൾ പോകാൻ പാടില്ല. സോ നിങ്ങൾക്ക് എന്തിനെങ്കിലും ബേസിക്സോ അല്ലെ ഏതെങ്കിലും ഇക്വേഷൻസ് എങ്ങനെ കൊടുക്കണം എന്നോ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടെ നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങളോട് അറിയിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ മറക്കരുത്. ബൈ.